നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും അരുൺ ടെക്സ്റ്റയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ PSC, LDC അല്ലെങ്കിൽ LGS എക്സാമിനേഷന് ഏകദേശം ഒരു 10-15ഓളം ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് PSCയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ സൈലന്റ് വാലിയാണ് പറയുന്നത്, പക്ഷേ എന്നാൽ ശരിയായ ഉത്തരം പെരിയാറാണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കുന്നുണ്ട്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽപ്പെടാത്ത കേരളത്തിലെ ദേശീയോദ്യാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് സൈലന്റ് വാലി തന്നെയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം വരുന്നത് 1984. ഇത് 3-4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇതും റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട്. ഏത് കൊല്ലമാണ്, ഏത് വർഷമാണ്, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണെന്ന് ചോദിച്ചിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. ഡേറ്റ് വരുന്നത് 1985 സെപ്റ്റംബർ 7 നെക്സ്റ്റ്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ് വരുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. അതും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്, രണ്ടും റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൂതപ്പുഴയാണ്. വംശനാശം സംഭവിക്കുന്ന സിംഹാലം കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും സൈലന്റ് വാലി തന്നെയാണ്. സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്ന പേര് കിട്ടാൻ കാരണം എന്താണ്? അതും റിപ്പീറ്റഡായിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്ന പേര് കിട്ടാൻ കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, സിംഹാലം കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണാനുള്ള കാരണം എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സിംഹാലം കുരങ്ങന്റെ ശാസ്ത്രീയ നാമത്തിൽ നിന്നും പേര് ലഭിച്ച ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് വാലി തന്നെയാണ് വരുന്നത്. കേരളത്തിലെ നിത്യഹരിത വനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും സൈലന്റ് വാലി തന്നെയാണ്. അതും റിപ്പീറ്റഡായിട്ട് പല പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത രചിച്ചത് ആരാണ്? സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത രചിച്ചത് ആരാണ്? സുഗതകുമാരിയാണ്. സൈലന്റ് വാലി എന്ന പേര് നൽകിയ ഇംഗ്ലീഷുകാരൻ റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലി എന്ന പേര് നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോബർട്ട് റൈറ്റ് ആണ്. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിൻ്റെ വേറൊരു പേരാണ് കന്യാവനം എന്നറിയപ്പെടുന്നത്. ചില ക്വസ്റ്റ്യൻ അത് പേര് റിപ്പീറ്റായിട്ട് അങ്ങോട്ടും മാറ്റി ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? അതും സൈലന്റ് വാലിയാണ് വരുന്നത്. അതും ഏകദേശം റിപ്പീറ്റഡായിട്ട് ഒരു 3 പ്രാവശ്യത്തോളം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, മഹാഭാരതത്തിൽ സൈലന്ത്രി വനമെന്ന് പരാമർശിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അതും സൈലന്റ് വാലി തന്നെയാണ്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 ജൂൺ 11. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2007 ജൂൺ 11. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നീലഗിരിയാണ് വരുന്നത്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മഴക്കാട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതും സൈലന്റ് വാലി തന്നെയാണ്. അതും ഏകദേശം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മഴക്കാട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് വാലിയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും സൈലന്റ് വാലി തന്നെയാണ് വരുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2009. അതും റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലിയിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ മുഗുഡർ, ഇരുളർ, കുറുമ്പർ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷൻ കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ ബയോയിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.